Hello all, welcome to NCLEX Media. ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് പ്രീ എക്ലാംഷ്യ ആൻഡ് പാത്തോഫിസിയോളജി ആൻഡ് മാനേജ്മെന്റ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ബോർഡ് എക്സാമുകൾക്കൊക്കെ ക്വസ്റ്റ്യൻസ് വരാനൊക്കെ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. റിക്വസ്റ്റ് ഉള്ളത് കൊണ്ടാണ്, യൂട്യൂബിലൂടെയൊക്കെ പിള്ളേരെ റിക്വസ്റ്റ് ചെയ്തത് കൂടിയാണ് ഞാൻ ഈ ടോപ്പിക് ഇന്ന് കവർ ചെയ്യണേ. നമുക്കറിയാം, പ്രഗ്നൻസിയിൽ ഒരു നോർമൽ പ്രഗ്നൻസിയിൽ ത്രൂ ഔട്ട് പ്രഗ്നൻസിയിൽ BP എലിവേറ്റഡ് ആവുകയില്ല. അതായത് ഒരു നോർമൽ പ്രഗ്നൻസി ആണെങ്കിൽ BP നമ്മളുടെ ബേസ് ലൈൻ, അമ്മയുടെ ബേസ് ലൈനിൽ തന്നെ നിൽക്കും. അതുപോലെ തന്നെ ഒത്തിരി സെക്കൻഡ് ട്രൈമസ്റ്ററിലൊക്കെ ഒത്തിരി കുറയാനാണ് സാധ്യത ബേസ് ലൈനിനേക്കാളും. ഫസ്റ്റ് ട്രൈമസ്റ്റർ ആൻഡ് ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ നമുക്കറിയാം BP എപ്പോഴും ആ അമ്മയുടെ ബേസ് ലൈൻ BP എത്രയാണോ അതിൽ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം, പ്രഗ്നൻസിയിൽ നമ്മളുടെ ഫ്ലൂയിഡ് വോളിയം, അതായത് ബ്ലഡ് വോളിയം കൂടുന്നുണ്ട്, പ്ലാസ്മ കൂടുന്നുണ്ട്. പക്ഷെ BP കൂടാത്തതിന്റെ, നോർമലി പ്ലാസ്മ കൂടുമ്പോൾ അല്ലെങ്കിൽ ബ്ലഡ് വോളിയം കൂടുമ്പോൾ നമ്മുടെ BP കൂടേണ്ടതാണ്. പക്ഷെ പ്രഗ്നൻസിയിൽ ഡ്യൂ ടു ദ ഫിസിയോളജിക്കൽ ചേഞ്ചസ്, പ്രഗ്നൻസിയിൽ നടക്കുന്ന ഫിസിയോളജിക്കൽ ചേഞ്ചസ് കൊണ്ട് BP കൂടിയല്ല. കാരണം ത്രൂ ഔട്ട് പ്രഗ്നൻസിയിൽ അമ്മയ്ക്ക് സിസ്റ്റമിക് വാസ്കുലാർ റെസിസ്റ്റൻസ് കുറവാണ്. ഈ വാസ്കുലാർ റെസിസ്റ്റൻസ് കുറവായതുകൊണ്ട് തന്നെ BPയും കുറവാണ്. നമ്മളുടെ ഫ്ലൂയിഡ് വോളിയവും അതുപോലെ ബ്ലഡ് വോളിയം കൂടുന്നുണ്ടെങ്കിലും BP കൂടാത്തത് അതുകൊണ്ടാണ്. ചില അമ്മമാര് അപ്പൊ അവര് പ്രഗ്നന്റ് ആവണേന് മുമ്പ് ഹൈപ്പർടെൻസീവ് ആയിട്ടുള്ള അമ്മമാര് കാണും. അപ്പൊ അവര് പ്രഗ്നൻസിയിലും അവരുടെ BP എലിവേറ്റഡ് ആയിരിക്കും. അതിനെ നമ്മൾ, അതായത് അങ്ങനെ BP എലിവേറ്റഡ് ആയിട്ട് വന്നാൽ, ഇപ്പൊ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ബ്ലഡ് പ്രഷർ എലിവേറ്റഡ് ആയാൽ അതിനെ നമ്മൾ പ്രീ എക്ലാംഷ്യ എന്നല്ല പറയുന്നത്. ഇറ്റ് ഇസ് എ ക്രോണിക് ഹൈപ്പർ ടെൻഷൻ. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മ ഓൾറെഡി തന്നെ ഹൈപ്പർ ടെൻസീവ് ആയിരിക്കും. അപ്പൊ പ്രഗ്നന്റ് ആയി ഫസ്റ്റ് ട്രൈമസ്റ്ററിലും BP എലിവേറ്റഡ് ആവുന്നു. അതിനെ നമ്മൾ ക്രോണിക് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയണേ. പ്രീ എക്ലാംഷ്യ എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. പ്രീ എക്ലാംഷ്യ എന്ന് പറഞ്ഞാല് ബ്ലഡ് പ്രഷർ കൂടുന്നു ആഫ്റ്റർ 20 വീക്സ്, അല്ലെങ്കിൽ ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. 20 വീക്സിന് ശേഷമാണ് BP എലിവേറ്റഡ് ആവുകയുള്ളൂ. 20 വീക്സിന് മുന്നേ ബ്ലഡ് പ്രഷർ എലിവേറ്റഡ് ആയാൽ നമ്മൾ അതിനെ ക്രോണിക് ഹൈപ്പർ ടെൻഷൻ എന്നാണ് പറയുന്നത്. 20 വീക്സിന് ശേഷം പെട്ടെന്ന് നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടാൻ തുടങ്ങുന്നു. അപ്പൊ നമ്മൾ എന്ത് പറയും? ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ. അതിൽ തന്നെ വരുന്നതാണ് പ്രീ എക്ലാംഷ്യ എന്ന് പറയുന്നത്. പ്രീ എക്ലാംഷ്യ എന്ന് പറയുന്നത് എന്താണ്? BP എലിവേറ്റഡ് ആവുന്നു. ബ്ലഡ് പ്രഷർ പ്രീ എക്ലാംഷിക് സ്റ്റേറ്റില് അമ്മയുടെ ബ്ലഡ് പ്രഷർ എന്തോരം? ഒരു 140/90 HG ബ്ലഡ് പ്രഷർ കൂടി വരുന്നു. ഓക്കെ, 140/90 HG ബ്ലഡ് പ്രഷർ വരുമ്പോൾ നമ്മൾ പറയും അമ്മയുടെ BP കൂടി. പ്രീ എക്ലാംഷ്യ. പ്രീ എക്ലാംഷ്യയിൽ ഈ ഒരു ക്രൈറ്റീരിയ മാത്രം മീറ്റ് ചെയ്താൽ പോരാട്ടോ. പ്രീ എക്ലാംഷ്യ ഉള്ള ഒരു അമ്മയ്ക്ക് ഈ ബ്ലഡ് പ്രഷർ എലിവേറ്റഡ് ആവുന്നു. അതോടൊപ്പം തന്നെ കാണുന്ന വേറൊരു സിംറ്റം ആണ് പ്രോട്ടീൻ യൂറിയ. നമ്മൾ യൂറിൻ ഡിസ്ട്രിക്ട് ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ പ്രോട്ടീൻ യൂറിയ, പ്രസൻസ് ഓഫ് പ്രോട്ടീൻസ് കാണാൻ പറ്റും യൂറിനിൽ. സാധാരണഗതിയിൽ അത് 1+, ഈ പ്രീ എക്ലാംഷിക് സ്റ്റേജിൽ 1+2+, അതല്ലെങ്കിൽ 300 mg ഓഫ് പ്രോട്ടീൻ ഇൻ 24 hours അത്രയാണ് ലീക്ക് ചെയ്യുന്നത് കാണുന്നത് പ്രോട്ടീൻ യൂറിയ ഉള്ള അമ്മമാരിൽ. അപ്പൊ ഇതാണ് പ്രീ എക്ലാംഷ്യ എന്ന് പറയുന്ന അവസ്ഥ. ആഫ്റ്റർ 20 വീക്സിൽ അമ്മയുടെ ബ്ലഡ് പ്രഷർ കൂടുന്നു. മാത്രമല്ല അമ്മയ്ക്ക് പ്രോട്ടീൻസിന്റെ ട്രേസ് കാണുന്നു, പ്രോട്ടീൻ യൂറിയയും കാണുന്നു. അതാണ് നമ്മൾ പ്രീ എക്ലാംഷ്യയിൽ ഈ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്ന പ്രീ എക്ലാംഷ്യ. എന്തുകൊണ്ടാണ് അമ്മമാർക്ക് പ്രീ എക്ലാംഷ്യ ഉണ്ടാവുന്നത്? ഇത് പ്ലസന്റയുടെ ഡിസ്ഫങ്ഷൻ കൊണ്ടാണ് ഒരു അമ്മയില് പ്രീ എക്ലാംഷ്യ എന്ന് പറയുന്ന സ്റ്റേറ്റ് ഉണ്ടാവുന്നത്. പ്ലസന്റയാണ് ഏറ്റവും വലിയ പ്രോബ്ലം. ഓക്കെ, അതുകൊണ്ടാണ് സിവിയർ പ്രീ എക്ലാംഷിക് സ്റ്റേജിലൊക്കെ നമ്മൾ പ്ലസന്റ ഡെലിവറി, അല്ലെങ്കിൽ അമ്മേനെ ഡെലിവറി ചെയ്യിപ്പിക്കുക, പ്ലസന്റ മാറ്റുക, പ്ലസന്റേനെ ഡെലിവറി ചെയ്യിപ്പിക്കുക. അതാണ് ഏറ്റവും വലിയ ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്ന സിവിയർ പ്രീ എക്ലാംഷിക് സ്റ്റേറ്റിൽ. ഇൻ എ സ്റ്റേറ്റ് ഓഫ് സീരിയസ് കോംപ്ലിക്കേഷൻസിന്റെ സമയത്ത് ഡെലിവറിയാണ് അതിന്റെ ഒരു ഏറ്റവും വലിയ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം, ടെർമിനേഷൻ ഓഫ് ദ പ്രഗ്നൻസി. കാരണം നമ്മളുടെ ശരീരത്തിൽ, അമ്മയുടെ ശരീരത്തിൽ ആ പ്ലസന്റ ഇരിക്കുന്നതാണ് പ്രശ്നം. ഓക്കെ, അപ്പൊ ഇവരിൽ ഇത് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ചില അമ്മമാർക്ക് എന്തുകൊണ്ട് പ്രീ എക്ലാംഷ്യ ഉണ്ടാവണം എന്ന് വെച്ചാൽ, സ്പൈറൽ ആർട്ടറീസ് ആണ് പ്ലസന്റ് പെർഫ്യൂഷൻ നടത്തുന്നത്. അപ്പം ആ സ്പൈറൽ ആർട്ടറീസ് പ്രഗ്നൻസിയിൽ അത് റീമോഡലിംഗ് നടക്കുന്നു. അത് സ്പൈറൽ ആർട്ടറീസ് നന്നായിട്ട് ഡയലേറ്റ് ചെയ്യുന്നു. അത് ഒരു നോർമൽ പ്രോസസ്സാണ്, നമ്മുടെ പ്രഗ്നൻസിയിൽ നടക്കുന്നതാണ്. പക്ഷെ പ്രീ എക്ലാംഷ്യ അമ്മമാർക്ക് പ്ലസന്റൽ ഡെവലപ്മെന്റിന്റെ സമയത്ത്, അല്ലെങ്കിൽ ഈ സ്പൈറൽ ആർട്ടീരിയോൾസ് അല്ലെങ്കിൽ അതിന്റെ റീമോഡലിംഗിൽ പ്രോബ്ലം വരുന്നു. റീമോഡലിംഗ് നടക്കുന്നതിന്റെ ഫലമായിട്ട് സ്പൈറൽ ആർട്ടറീസ് എക്സ്പാൻഡ് ആവുന്നില്ല, അല്ലെങ്കിൽ ഡയലേറ്റ് ആവുന്നില്ല, അത് സ്റ്റില് നാരോ ആയിട്ട് കാണുന്നു. അപ്പൊ അത് നാരോ ആവുമ്പോഴുള്ള പ്രശ്നം എന്താ? പ്ലസന്റൽ പെർഫ്യൂഷൻ കുറയാൻ തുടങ്ങും. പ്ലസന്റൽ പെർഫ്യൂഷൻ കുറയുന്നു. പ്ലസന്റൽ പെർഫ്യൂഷൻ കുറയുക എന്ന് പറയുന്നത് വലിയൊരു കോംപ്ലിക്കേഷൻ ആണ്. നമുക്കറിയാം, നമ്മളുടെ പ്ലസന്റയിലേക്കുള്ള ആഡിക്വേറ്റ് പെർഫ്യൂഷൻ ആണ് ഈ പ്ലസന്റേനെ
യൂട്രസിൽ അറ്റാച്ച് ചെയ്ത് നിർത്തുന്നത്. അപ്പൊ പ്ലസന്റൽ പെർഫ്യൂഷൻ കുറയുന്ന ഒരു അവസ്ഥയിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നു. അങ്ങനെ ഈ പ്ലസന്റൽ ഡിസ്ഫങ്ഷൻ കൊണ്ട് അല്ലെങ്കിൽ പ്ലസന്റൽ പെർഫ്യൂഷൻ കൊണ്ട് സ്പൈറൽ ആർട്ടറീസിന്റെ റീമോഡലിംഗ് പ്രോപ്പർ ആയിട്ട് നടക്കാത്തത് കൊണ്ട് അപ്പൊ എന്താ സംഭവിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി ഞാൻ പറഞ്ഞു എന്താണ് പ്ലസന്റൽ ഡിസ്ഫങ്ഷൻ ആവുന്നത് അല്ലെങ്കിൽ പ്ലസന്റൽ ഇസ്കീമിയ വരുന്നു. ഈ പ്ലസന്റൽ ഇസ്കീമിയയുടെ ഫലമായിട്ട് പ്ലസന്റ ഇൻഫ്ലാമേറ്ററി മാർക്കേഴ്സിനെ റിലീസ് ചെയ്യുന്നു. ഈ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ഓഫ് കോഴ്സ് പ്ലസന്റ ക്രോസ് ചെയ്ത് മറ്റേണൽ സർക്കുലേഷനിലേക്ക് ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ചെല്ലുന്നു. അവിടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. പ്ലസന്റയിലാണ് തുടങ്ങുന്നത്. ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് റിലീസ് ചെയ്യുന്നു ഡ്യൂ ടു പ്ലസന്റൽ ഇസ്കീമിയ. ഈ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് പ്ലസന്റൽ ബാരിയർ ക്രോസ് ചെയ്ത് മറ്റേണൽ സർക്കുലേഷനിൽ എത്തുന്നു. മറ്റേണൽ സർക്കുലേഷനിൽ മറ്റേണൽ ബോഡിയിൽ ഈ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കുന്നു. എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാക്കുന്നത്? ഇത് ഒന്നാണ് എൻഡോത്തീലിയൽ സെൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കുന്നു. ഫസ്റ്റ് തിങ് നമുക്ക് നോക്കാം. ഈ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് മറ്റേണൽ സർക്കുലേഷനിൽ ചെല്ലുന്നതിന്റെ ഫലമായിട്ടുണ്ടാവുന്ന എൻഡോത്തീലിയൽ ലൈനിങ് നമ്മുടെ വാസ്കുലാർ ഇന്നർ ലൈനിങ്ങിനാണ് ഈ എൻഡോത്തീലിയൽ ലൈനിങ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഡിസ്ഫങ്ഷൻസ് അല്ലെങ്കിൽ അതിന് ഡാമേജ് സംഭവിക്കണം. എൻഡോത്തീലിയൽ ഡാമേജ് ആണ് നടക്കുന്നത്. വൈഡ് സ്പ്രെഡ് ഹോൾ ബോഡിയിൽ അത് എന്തുണ്ടാക്കുന്നു? എൻഡോത്തീലിയൽ ഡാമേജ് ഉണ്ടാക്കുന്നു. എൻഡോത്തീലിയൽ ഡാമേജ് നടക്കുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒന്നാമത്തെ ഒരു ചേഞ്ച് ആണ് വാസ്തോസ്പാസം. അമ്മയുടെ ശരീരത്തിൽ വാസ്തോസ്പാസം നടക്കുന്നു. അത് വാസ്കുലാർ റെസിസ്റ്റൻസ് കൂട്ടുന്നു. അതിന്റെ ഫലമായിട്ട് ബ്ലഡ് പ്രഷർ കൂടാൻ തുടങ്ങുന്നു. ഇതാണ് ഒരു ചേഞ്ച്. ഇതിന്റെ ഫലമായിട്ടാണ് BP കൂടുന്നത്. വാസ്കുലാർ റെസിസ്റ്റൻസും വാസ്തോസ്പാസമയും കൊണ്ട് BP കൂടാൻ തുടങ്ങുന്നു. ഇനി അടുത്ത ഒരു ചേഞ്ച് ഞാൻ പറഞ്ഞു, എൻഡോത്തീലിയൽ ഡാമേജ് ഉണ്ടാവുന്നതിന്റെ ഫലമായിട്ടുണ്ടാവുന്ന അടുത്തൊരു ചേഞ്ച് ആണ് അമ്മയിൽ സംഭവിക്കുന്നതാണ് ഇൻക്രീസ്ഡ് വാസ്കുലാർ പെർമിയബിലിറ്റി. വാസ്കുലാർ പെർമിയബിലിറ്റി കൂടുന്നു. ഇൻക്രീസ്ഡ് വാസ്കുലാർ പെർമിയബിലിറ്റി. വാസ്കുലാർ പെർമിയബിലിറ്റി കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫ്ലൂയിഡ് പുറത്തേക്ക് ലീക്ക് ചെയ്യാൻ തുടങ്ങും. വാസ്കുലാർ പെർമിയബിലിറ്റി, ഒരു വെസലിന്റെ പെർമിയബിലിറ്റി നഷ്ടപ്പെട്ടാൽ ഇതിനകത്തുള്ള ഇൻട്രാവാസ്കുലാർ സ്പേസിലെ ഫ്ലൂയിഡ് പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിറങ്ങാൻ തുടങ്ങുന്ന ഇന്റർസ്റ്റിഷ്യൽ സ്പേസസിലേക്ക്. അതിന്റെ ഫലമായിട്ടാണ് എഡിമ ഉണ്ടാവുന്നത്. എഡിമ ഒത്തിരി കോംപ്ലിക്കേഷൻസ്, ലീക്കിംഗ് കൂടുന്നതിനനുസരിച്ച് ഒരുപാട് കോംപ്ലിക്കേഷൻസ് അമ്മയിൽ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഫലമായിട്ട് നമ്മളുടെ ഫ്ലൂയിഡ് മൊത്തം പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വാസ്കുലാർ സ്പേസിൽ ഫ്ലൂയിഡ് കുറയാൻ തുടങ്ങുന്നു. അതിന്റെ ഫലമായിട്ട് എന്താണ്? വൈറ്റൽ ഓർഗൻസിലേക്കുള്ള പെർഫ്യൂഷൻ കോംപ്രമൈസ്ഡ് ആവാൻ തുടങ്ങും, ഇൻക്ലൂഡിംഗ് പ്ലസന്റ. എല്ലായിടത്തേക്കുള്ള പെർഫ്യൂഷൻ അത് കുറയ്ക്കാൻ തുടങ്ങും. കാരണം ഫ്ലൂയിഡ് പുറത്തേക്ക് ലീക്ക് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എന്താണ്? പെർഫ്യൂഷൻ ഹാർട്ടിലേക്ക് പോകുന്ന കാർഡിയക് ഔട്ട്പുട്ട് കോംപ്രമൈസ്ഡ് ആവുന്നു. അതിന്റെ ഫലമായിട്ട് എന്താണ്? വൈറ്റൽ ഓർഗൻസിലേക്കുള്ള പെർഫ്യൂഷൻ കുറയുന്നു. ഇതെല്ലാം ഇതിന്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഒത്തിരിയും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്ന ഒരു സ്റ്റേറ്റ് ആണ് നമുക്കറിയാം പ്രീ എക്ലാംഷ്യ എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രീ എക്ലാംഷ്യ ഞാൻ പറഞ്ഞു, ജസ്റ്റ് പ്രീ എക്ലാംഷ്യ എന്നൊരു ഡയഗ്നോസിസ് ആണ്. ഇപ്പൊ ഒരു അമ്മ വന്നു 20 വീക്സിന് ശേഷം. അമ്മയുടെ ബ്ലഡ് പ്രഷർ നോക്കിയപ്പോൾ 140/90 ആണ്. അമ്മയ്ക്ക് അപ്പൊ തന്നെ നമ്മൾ നോക്കും എന്തെങ്കിലും സൈൻസ് ഓഫ് സിവിയർ സിംറ്റംസ് ഓഫ് പ്രീ എക്ലാംഷ്യ. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. സിവിയർ സിംറ്റംസ് ഓഫ് പ്രീ എക്ലാംഷ്യ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. അവർക്ക് ഇപ്പോൾ സിവിയർ സിംറ്റംസ് ഓഫ് പ്രീ എക്ലാംഷ്യ ഒന്നുമില്ല, BP എലിവേറ്റഡ് ആണ്. അടുത്തത് നമ്മൾ പ്രോട്ടീൻയൂറിയ നോക്കുമ്പോൾ സൈൻസ് ഓഫ് പ്രോട്ടീൻയൂറിയ ഉണ്ട്, പ്രീ എക്ലാംഷ്യ ആണ് അല്ലെ. അപ്പൊ അന്ന് വെച്ചുകൊണ്ട് നമ്മൾ ആ അമ്മേനെ അപ്പൊ തന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കണം, അപ്പൊ തന്നെ ഡെലിവറി ചെയ്യണമെന്നല്ല. ഷീസ് ഓക്കെ നൗ അല്ലെ. സിവിയർ സിംറ്റംസ് ഓഫ് പ്രീ എക്ലാംഷ്യ ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഇപ്പൊ നമ്മൾ എന്താണ്? പ്രഗ്നൻസി ഓഫ് കോഴ്സ് കണ്ടിന്യൂ ചെയ്യണം അല്ലെ. അൺടിൽ ടേം ആവുന്നതോടെ വരെ ഈ പ്രഗ്നൻസിനെ കണ്ടിന്യൂ ചെയ്യിപ്പിക്കണം. അതുപോലെ തന്നെ ഫീറ്റൽ സ്റ്റാറ്റസ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ഫീറ്റൽ സ്റ്റാറ്റസ് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഡിസ്ട്രസ്സിലേക്ക് പോകുന്നുണ്ടോ? സൈൻസ് ഓഫ് പ്ലസന്റൽ അബ്രപ്ഷൻ, ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്, അതിലേക്കൊക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഇതാണ് പ്രീ എക്ലാംഷ്യ. നമ്മൾ ഈ പറയുന്ന ഒരുപാട് സീരിയസ് സിംറ്റംസ് കാണുന്നു എന്നല്ല, ഈ പറഞ്ഞ എന്താണ് BP എലിവേറ്റഡ് ആവുന്നു, അതുപോലെ തന്നെ എഡിമ ഉണ്ടാവുന്നു അമ്മയ്ക്ക്, അതുപോലെ തന്നെ നമ്മൾ കണ്ട പ്രോട്ടീൻസും പ്രസൻസ് ഓഫ് പ്രോട്ടീൻസും കാണുന്നു. ഇനി നമ്മൾ നോക്കുന്നതാണ് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്, സിവിയർ പ്രീ എക്ലാംഷ്യ. ഇറ്റ് ഈസ് എ വലിയ കോംപ്ലിക്കേറ്റഡ് സ്റ്റേറ്റ് ആണ് ഈ സിവിയർ പ്രീ എക്ലാംഷ്യ എന്ന് പറയുന്നത് കേട്ടോ. സിവിയർ പ്രീ എക്ലാംഷ്യ. സിവിയർ പ്രീ എക്ലാംഷ്യയില് അക്യൂട്ട് ഹൈപ്പർടെൻസീവ് എമർജൻസി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഹൈപ്പർടെൻസീവ് ക്രൈസിസിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്. ബ്ലഡ് പ്രഷർ ചിലപ്പോൾ ഇവിടെ ഈ സ്റ്റേജിൽ നമുക്ക് 160/110 mm HGC
വളരെ കൂടുതലാണ് ബ്ലഡ് പ്രഷർ. ഇതിന് മേളിലേക്ക് ബി പി കൂടാൻ തുടങ്ങി. നമുക്കറിയാം ബി പി ഒക്കെ ഇത്രയും കൂടുക എന്ന് പറഞ്ഞാൽ ഹൈപ്പർടെൻസീവ് ക്രൈസിസിലാണ് ഓൾറെഡി അമ്മ. ആ ഹൈപ്പർടെൻസീവ് ക്രൈസിസ് കൊണ്ട് തന്നെ കോംപ്ലിക്കേഷൻസ് അമ്മയിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഈ സമയത്ത് വേറെ ഒരുപാട് സിംറ്റംസ് അമ്മയിൽ, സിവിയർ പ്രീ എക്ലാംഷ്യ എന്ന് പറഞ്ഞ ആ സ്റ്റേജിൽ അമ്മയിൽ എല്ലാ സിംറ്റംസും ഉണ്ട്. അപ്പൊ സിവിയർ പ്രീ എക്ലാംഷ്യനെ നമ്മൾ ഡയഗ്നോസ് ചെയ്യാനായിട്ട് നമ്മൾ പ്രോട്ടീൻസിന്റെ അളവോ കാര്യങ്ങളോ ഒന്നും നോക്കുന്നില്ല. ഓൾറെഡി തന്നെ പ്രീ എക്ലാംഷിക് സ്റ്റേറ്റിൽ തന്നെ എന്താണ് ഓൾറെഡി പ്രോട്ടീൻ യൂറിയ കാണുന്നുണ്ട്. സിവിയർ പ്രീ എക്ലാംഷ്യയിലേക്ക് വരുമ്പോഴത്തേക്കും ഒന്നുകൂടെ പ്രോട്ടീൻസിന്റെ ലീക്കിങ്ങിന്റെ അളവ് കൂടുന്നുണ്ടെങ്കിലും അതൊരു ക്രൈറ്റീരിയ ആയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല കേട്ടോ. സിവിയർ പ്രീ എക്ലാംഷ്യയിൽ ഓഫ് കോഴ്സ് പ്രോട്ടീൻ യൂറിയ നമുക്ക് പറയാൻ പറ്റും എത്രയാണ്, 3+, 4+ ഒക്കെ പ്രോട്ടീൻ ലീക്കിങ് ആയി വരും. അപ്പൊ ഇവിടെ നമ്മൾക്ക് ഇത് മാത്രമല്ല സിംറ്റംസ്, വേറെ ഒരുപാട് സിംറ്റംസ്. ലിവർ ഫങ്ഷൻസ് ഓൾറെഡി അഫക്റ്റഡ് ആയിട്ടുണ്ടാവാം. ലിവർ ഫങ്ഷൻസ്, ഹെപ്പാറ്റിക് ഹെമറേജ്, അതുപോലെ തന്നെ ഹെപ്പാറ്റിക് എഡിമ, സെൽസ് നെക്രോട്ടൈസ്ഡ് ആവുന്നു, ഹെപ്പാറ്റിക് ഡിസ്ഫങ്ഷൻ വലിയൊരു പ്രശ്നമാണ് സിവിയർ പ്രീ എക്ലാംഷ്യയിൽ. ഹെപ്പാറ്റിക് ഡിസ്ഫങ്ഷന് ഈ ഹെപ്പാറ്റിക് ഡിസ്ഫങ്ഷന്റെ ഫലമായിട്ട് നമുക്കറിയാം ലിവർ എൻസൈംസ് ഒക്കെ എലിവേറ്റഡ് ആയിരിക്കും അവർക്ക്. ഡ്യൂ ടു ഹെപ്പാറ്റിക് ഡിസ്ഫങ്ഷൻ ലിവർ എൻസൈംസ് എലിവേറ്റഡ് ആയിട്ടുണ്ടായിരിക്കും. മാത്രമല്ല അമ്മ റൈറ്റ് അപ്പർ ക്വാഡ്രന്റ് പെയിൻ അല്ലെങ്കിൽ എപ്പിഗാസ്ട്രിക് പെയിൻ കംപ്ലൈന്റ് പറയൂ കേട്ടോ. റൈറ്റ് അപ്പർ ക്വാഡ്രന്റ് പെയിൻ. ഈ റൈറ്റ് അപ്പർ ക്വാഡ്രന്റ് പെയിൻ എന്തുകൊണ്ടാണ് പറയണത്? ലിവർ ഇൻവോൾവ് ആയതുകൊണ്ടാണ്. ലിവർ ഇൻവോൾവ് ആയതുകൊണ്ടാണ് ഈ റൈറ്റ് അപ്പർ ക്വാഡ്രന്റ് പെയിനും അതുപോലെ തന്നെ എപ്പിഗാസ്ട്രിക് പെയിൻ ഡെവലപ്പ് ചെയ്യുന്നത്. മാത്രമല്ല എല്ലാ വൈറ്റൽ ഓർഗൻസും ഇവിടെ ഇൻവോൾവ് ആവും. സിവിയർ പ്രീ എക്ലാംഷ്യയിൽ എല്ലാ വൈറ്റൽ ഓർഗൻസും ഇൻവോൾവ് ആവും. നമുക്ക് അടുത്തത് നമ്മൾ പറയുകയാണെങ്കിൽ വിഷ്വൽ പ്രോബ്ലംസ്, സിവിയർ ഹെഡേക്ക്. നമ്മൾ പറയുന്ന അടുത്തൊരു കംപ്ലൈന്റ് ആണ് സിവിയർ ഹെഡേക്ക്. അതുപോലെ തന്നെ സ്കോട്ടോമ, വിഷ്വൽ പ്രോബ്ലംസ് അവർ കംപ്ലൈന്റ് പറയുന്നു. മാത്രമല്ല വോമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു അമ്മയ്ക്ക്. കിഡ്നി ഫങ്ഷൻസ് അഫക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്. സെറീബ്രൽ എഡിമ, പൾമണറി എഡിമ, പൾമണറി എഡിമ. നമുക്കറിയാം ഇതിനകത്ത് വാസ്കുലാർ പെർമിയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഫ്ലൂയിഡ് പുറത്തേക്ക് കണ്ടമാനം ലീക്ക് ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് പൾമണറി എഡിമ, സെറീബ്രൽ എഡിമ, കിഡ്നി ഫങ്ഷൻസ്, ഒളിഗൂറിയ ഡെവലപ്പ് ചെയ്യും. അടുത്ത പ്രശ്നമാണ് ഒളിഗൂറിയ. യൂറിൻ ഔട്ട്പുട്ട് കണ്ടമാനം ഡ്രോപ്പ് ചെയ്യുന്നു. ബ്ലഡ് യൂറിയ, നൈട്രജൻ, ക്രിയാറ്റിനൈൻ എല്ലാം എലിവേറ്റഡ് ആവുന്നു. കിഡ്നി ഫങ്ഷൻസ് ഇമ്പയർ ആവുന്നതിന് കാണിക്കുന്ന സയൻസ് അല്ലേ. ക്രിയാറ്റിനൈൻ ക്ലിയറൻസ് കുറയുന്നു. അതുപോലെ തന്നെ ബ്ലഡ് യൂറിയ, നൈട്രജൻ എലിവേറ്റഡ് ആവുന്നു. ഈ സിംറ്റംസ് എല്ലാം നമുക്ക് സിവിയർ പ്രീ എക്ലാംഷ്യയിൽ അമ്മയിൽ കാണാൻ പറ്റും. സിവിയർ പ്രീ എക്ലാംഷ്യയിൽ കിഡ്നി ഒളിഗൂറിയ, അതുപോലെ തന്നെ ഹൈപ്പർ റിഫ്ലക്സിയ, സെറിബ്രൽ എഡിമ ആൻഡ് ഹെമറേജസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഉണ്ടാവുന്ന ഒരു സിംറ്റമാണ് ഞാൻ പറഞ്ഞ ഹൈപ്പർ റിഫ്ലക്സ്. എല്ലാ റിഫ്ലക്സസും കൂടുന്നു. അതുപോലെ തന്നെ ആംഗിൾ ക്ലോണസ്, ഹൈപ്പർ റിഫ്ലക്സിയ, ഇതൊക്കെ സിവിയർ പ്രീ എക്ലാംഷ്യയുടെ സിംറ്റംസ് ആണ്. സിവിയർ പ്രീ എക്ലാംഷ്യ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വളരെ എമർജൻസി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് സിവിയർ പ്രീ എക്ലാംഷ്യ. ഈ സിവിയർ പ്രീ എക്ലാംഷ്യയിൽ ഇത് കൂടാണ്ട് ഉണ്ടാവുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണ് ദിസ് ഇസ് ഓൾ കോംപ്ലിക്കേഷൻസ് ഓഫ് സിവിയർ പ്രീ എക്ലാംഷ്യ. ഇത് കൂടാണ്ട് ഉണ്ടാവുന്ന വേറൊരു കോംപ്ലിക്കേഷൻ ആണ് ഹെൽപ്പ് സിൻഡ്രോം. ചിലപ്പോൾ പ്രീ എക്ലാംഷിക് ലേഡീസിൽ ഹെൽപ്പ് സിൻഡ്രോം അല്ലാണ്ടും വരാം. അതല്ലാണ്ട് ഈ സിവിയർ പ്രീ എക്ലാംഷ്യയുടെ കൂട്ടത്തിലും ഹെൽപ്പ് സിൻഡ്രോം ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഹെൽപ്പ് സിൻഡ്രോം, HELLP. ഹീമോലൈസിസ്, EL എലിവേറ്റഡ് ലിവർ എൻസൈംസ്, LP ലോ പ്ലേറ്റ്ലെറ്റ്. ഇതാണ് ഹെൽപ്പ് സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പൊ സിവിയർ പ്രീ എക്ലാംഷ്യയില് അമ്മയ്ക്ക് ഹെൽപ്പ് സിൻഡ്രോം എന്ന സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം പ്ലേറ്റ്ലെറ്റ് വലിയൊരു ഇൻഡിക്കേഷൻ ആണ്. പ്ലേറ്റ്ലെറ്റ് കണ്ടമാനം ഡ്രോപ്പ് ചെയ്യുന്നു. മാത്രമല്ല ലിവർ എൻസൈംസ് എലിവേറ്റഡ് ആവുന്നത് നമ്മൾ ഓൾറെഡി കണ്ടു. റൈറ്റ് അപ്പർ ക്വാഡ്രന്റ് പെയിൻ, എലിവേറ്റഡ് ലിവർ എൻസൈംസ്. അതുകൂടാണ്ട് എക്സസീവ് ആയിട്ടുള്ള ഹീമോലൈസിസ് നടക്കാൻ തുടങ്ങും. ഹീമോലൈസിസ് എന്ന് വെച്ചാൽ റെഡ് ബ്ലഡ് സെൽസിന്റെ ഡിസ്ട്രക്ഷൻ ആണ്. നമുക്കറിയാം ഹീമോലൈസിസ് നടക്കുന്നതിനനുസരിച്ച് നമുക്ക് ബിലിറൂബിന്റെ അളവൊക്കെ ബ്ലഡിൽ കൂടുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇതാണ് ഹെൽപ്പ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഹെൽപ്പ് സിൻഡ്രത്തിൽ എക്സസീവ് ഹീമോലൈസിസ്, അതുപോലെ തന്നെ ക്ലോട്ട്സ് ഫോം ചെയ്യുന്നു. പ്ലേറ്റ്ലെറ്റ്സ് എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഓക്കെ, അമ്മയ്ക്ക് ബ്ലീഡിങ്ങിന് ഭയങ്കര സാധ്യതയുള്ള ഒരു സിറ്റുവേഷൻ ആണ് കേട്ടോ പ്രീ എക്ലാംഷ്യ എന്ന് പറയുന്നത്. കാരണം ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ യൂസപ്പ് ചെയ്ത് കഴിഞ്ഞു. ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉപയോഗിക്കുന്നതിനനുസരിച്ച് പിന്നെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ശരീരത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ച് അമ്മയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള അടുത്തൊരു ഹെൽപ്പ് സിൻഡ്രോം ലീഡ്സ് ടു DIC, ഡിസെമിനേറ്റഡ് ഇൻട്രാവാസ്കുലാർ കൊയാഗുലേഷൻ എന്ന് പറയുന്ന വലിയൊരു കോംപ്ലിക്കേഷൻസിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ കണ്ടു ഇതിന്റെ എല്ലാം ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് അബ്രപ്ഷൻ പ്ലസന്റൽ അബ്രപ്ഷൻ നടക്കാൻ സാധ്യതയുണ്ട്. അതായത് പ്ലസന്റ ഡിറ്റാച്ച് ആവാൻ സാധ്യതയുണ്ട്. ഇതിൽ നിന്നുണ്ടാകുന്ന അടുത്ത പ്രശ്നം എന്താണ്? ഫീറ്റൽ ഡിസ്ട്രെസ്സിലേക്ക്, ഫീറ്റൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നു. അപ്പം ഇതെല്ലാം ഇതിന്റെ എന്താണ് കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്ന സാഹചര്യങ്ങളാണ്. നമുക്കറിയാം മൾട്ടി ഓർഗൻ ഡിസ്ഫങ്ഷനിലേക്കാണ് സിവിയർ പ്രീ എക്ലാംഷ്യ ഉള്ള ഒരു അമ്മ ചെന്നെത്തുന്നത്. നമ്മൾ കണ്ടു പൾമണറി എഡിമയും അതുപോലെ തന്നെ ഹെൽപ്പ് സിൻഡ്രോം, പിന്നെന്താണ് സെറിബ്രൽ എഡിമ, സെറിബ്രൽ ഇറിറ്റബിലിറ്റി. ഇതിൽ നിന്ന് അടുത്ത അമ്മ പോകുന്നതാണ് എക്ലാംസിയ. സെറിബ്രൽ എഡിമയും സെറിബ്രൽ ഇറിറ്റബിലിറ്റിയും കൊണ്ട് അടുത്ത അമ്മയിൽ ഡെവലപ്പ് ചെയ്യുന്ന വേറൊരു പ്രശ്നമാണ് എന്ത്? എക്ലാംസിയ. ഇപ്പൊ സിവിയർ പ്രീ എക്ലാംഷ്യ ഉള്ള അമ്മ ഏത് സമയവും എങ്ങോട്ട് പോകാം? എക്ലാംസിയയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. സിവിയർ പ്രീ എക്ലാംഷ്യ എക്ലാംസിയയിലേക്ക് അമ്മേനെ കൊണ്ട് എത്തിക്കും. ഓക്കെ, അപ്പൊ സിവിയർ പ്രീ എക്ലാംഷ്യ എന്ന് പറഞ്ഞാൽ വെരി വെരി എമർജന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. കാരണം ഇത്രയധികം ഓർഗൻസ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ ഇതില് നമുക്കറിയാം സിവിയർ പ്രീ എക്ലാംഷിക് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ നമുക്ക് ടെർമിനേഷൻ ഓഫ് ദ പ്രഗ്നൻസിയാണ് റൈറ്റ് അവേ ചെയ്യേണ്ടത്, റിഗാർഡ്ലെസ് ഓഫ് ദ ജസ്റ്റേഷണൽ ഏജ് അല്ലേ. ചിലപ്പോൾ ടൈം ആയിട്ടുണ്ടാവത്തില്ല. അപ്പം അമ്മയുടെ സിറ്റുവേഷൻ നോക്കിയിട്ടാണ് ഡെലിവറി ചെയ്യിപ്പിക്കണോ അല്ലെങ്കിൽ എത്രത്തോ. ഇപ്പൊ സിവിയർ ഇപ്പം എലിവേറ്റഡ് BP മാത്രമാണ് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ പ്രോട്ടീൻ യൂറിയയും എലിവേറ്റഡ് ബ്ലഡ് പ്രഷർ, മേ ബി അമ്മ ഇൻ അക്യൂട്ട് ഹൈപ്പർടെൻസീവ് ക്രൈസിസിലായിരിക്കും. BP നന്നായിട്ട് കൂടിയിട്ടുണ്ടായിരിക്കാം, 170 അല്ലെങ്കിൽ അതിന് മേളിലേക്ക് ബ്ലഡ് പ്രഷർ കൂടിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഈ സിവിയർ പ്രീ എക്ലാംഷ്യയുടെ സിംറ്റംസ് ചിലപ്പോൾ ഉണ്ടായിന്ന് വരത്തില്ല. അപ്പൊ സിവിയർ പ്രീ എക്ലാംഷ്യയുടെ സിംറ്റംസ് ഡെവലപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സമയത്ത് നമുക്കറിയാം ആന്റി ഹൈപ്പർടെൻസീവ് മെഡിക്കേഷൻസ് ഇൻട്രാവീനസിലേക്ക് കൊടുത്ത് ബ്ലഡ് പ്രഷർ അമ്മേനെ സ്റ്റെബിലൈസ് ചെയ്യിപ്പിക്കാം. ടേം ആയിട്ടില്ലെങ്കിൽ അതിലേക്ക് കൊണ്ടുവത്തിക്കാനുള്ള കാര്യങ്ങൾ. നമുക്ക് ടേം എന്ന് പറയുന്നത് എത്രയാണ്? 36 വീക്സിന് മേളിലേക്ക് വരണം അല്ലെ. അപ്പൊ ആ ഒരു 37 ആണ് ടേം എന്ന് പറയുന്നത്. 36 മുകളിലേക്ക് ഒക്കെ ആണെങ്കിൽ എന്താണ് ടെർമിനേഷൻ അല്ലെങ്കിൽ ഡെലിവറി ചെയ്യിപ്പിക്കാം നോക്കാം. അതല്ല ഇപ്പം അമ്മ വന്ന് സിവിയർ പ്രീ എക്ലാംഷ്യ സിംറ്റംസുമായിട്ട് അമ്മ 28 വീക്സ് ജസ്റ്റേഷൻ ആയിട്ടേ ഉള്ളൂ. നമുക്കറിയാം പ്രീമെച്യൂർ ആണ് അല്ലെങ്കിൽ പ്രീ ടൈം ആണ് അല്ലെ. പക്ഷെ സിവിയർ പ്രീ എക്ലാംഷിക് സിംറ്റംസ് ആണെങ്കിൽ കണ്ടിന്യൂഷൻ ഓഫ് പ്രഗ്നൻസി എന്താണ് ഒരു അതിന്റെ ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത് ടെർമിനേഷനാണ് അവർ കൂടുതൽ നോക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഇപ്പൊ ഞാൻ കോംപ്ലിക്കേഷൻസ്, അതായത് സിവിയർ പ്രീ എക്ലാംഷ്യയുടെ സിംറ്റംസ് നമുക്ക് ഇപ്പം യൂഷ്വലി ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിൽ അവര് സിംറ്റംസ് മദർ 32 വീക്സ്, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ ഞാൻ പറയുകയാണ്. ഒരു അമ്മ 32 വീക്സ് ജസ്റ്റേഷന്, ബ്ലഡ് പ്രഷർ ഓഫ് 170/110, കംപ്ലൈൻസ് ഓഫ് സിവിയർ ഹെഡ് ഏക്ക്, പ്രോട്ടീൻ യൂറിയ കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കംപ്ലൈൻസ് ഓഫ് സിവിയർ ത്രോബിംഗ് ഹെഡ് ഏക്ക്, റൈറ്റ് അപ്പർ ക്വാഡ്രന്റ് പെയിന്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ സിംറ്റംസ് കാണുമ്പോൾ തന്നെ ഇത്രയും എലിവേറ്റഡ് ആയിട്ടുള്ള BP, ഈ സിംറ്റംസ് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ആ ക്വസ്റ്റ്യനിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് എന്തായിരിക്കാം. അമ്മ ഇപ്പോ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിവിയർ പ്രീ എക്ലാംഷിക് സിംറ്റംസ് ആണ്. സിവിയർ പ്രീ എക്ലാംഷിക് സിംറ്റംസ് ആണെങ്കിൽ നമുക്കറിയാം അടുത്തത് ഓഫ് കോഴ്സ് മെഡിക്കേഷൻസ് റൈറ്റ് അവേ സ്റ്റാർട്ട് ചെയ്യുമെങ്കിലും ഇതിൽ ഇത്രയും ഈ സിവിയർ പ്രീ എക്ലാംഷിക് സ്റ്റേജിൽ അമ്മ എത്താനുള്ള കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്താണ്? പ്ലസന്റയാണ് അല്ലെ. പ്ലസന്റയാണ് അവിടെ ഇരിക്കുന്നതാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം. അപ്പം ഇമ്മീഡിയറ്റ്ലി ഡെലിവറി ചെയ്യിപ്പിച്ച് അമ്മേനെ സേവ് ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതിന്റെ ഒപ്പം തന്നെ വാച്ച് ചെയ്യേണ്ട വേറൊരു കാര്യമാണ് ഫീറ്റൽ സ്റ്റാറ്റസ്, ഫീറ്റൽ ഹാർട്ട് റേറ്റ് പാറ്റേൺ, റിയഷറിംഗ്, നമ്മൾ നോൺ റിയഷറിംഗ് ഹാർട്ട് ബീറ്റ് പാറ്റേൺസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ഇനി ഞാൻ ഇതിന്റെ മാനേജ്മെന്റിലേക്ക് വരികയാണ്. പ്രീ എക്ലാംഷ്യ, അതായത് സിവിയർ പ്രീ എക്ലാംഷിക് സിംറ്റംസുമായിട്ട് വന്നിരിക്കുന്ന അമ്മയിൽ കൊടുക്കേണ്ട മാനേജ്മെന്റ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ മാനേജ്മെന്റ് ആന്റി ഹൈപ്പർടെൻസീവ് മെഡിക്കേഷൻസ്, ഇത്രയും ഹൈപ്പർടെൻസീവ് ക്രൈസിസിൽ ഇപ്പൊ അക്യൂട്ട് ഹൈപ്പർടെൻസീവ് ക്രൈസിസുമായിട്ട് വരുന്ന ഒരു അമ്മയ്ക്ക് നമുക്ക് ഇൻട്രാവീനസ്ലി എങ്കിലും നമ്മൾ മെഡിക്കേഷൻസ് കൊടുത്ത് ബ്ലഡ് പ്രഷർ ഡ്രോപ്പ് ചെയ്യിപ്പിക്കാനായിട്ട് നോക്കണം അല്ലെ. അല്ലെങ്കിൽ പിന്നെ ഇത്രയും ഹൈ BP എന്തിനു കാരണമാകാം? ഹെമറേജ്, സെറിബ്രൽ ഹെമറേജിനും സ്ട്രോക്കിലേക്കൊക്കെ അമ്മേനെ കൊണ്ട് എത്തിക്കും. ആ കോംപ്ലിക്കേഷൻസ് എല്ലാം അതിന് മുമ്പിലുണ്ട്. അപ്പൊ എന്താണ് ആന്റി ഹൈപ്പർടെൻസീവ് മെഡിക്കേഷൻസ്? എല്ലാ ആന്റി ഹൈപ്പർടെൻസീവ് മെഡിക്കേഷൻസ് നമുക്ക് പ്രഗ്നൻസിയിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഒരുപാട് ആന്റി ഹൈപ്പർടെൻസീവ് മെഡിക്കേഷൻസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ACE ഇൻഹിബിറ്റേഴ്സ്,
നമ്മൾ പ്രിൽ മെഡിക്കേഷൻസ് എന്ന് പറഞ്ഞ് പഠിച്ച ഏസ് ഇൻഹിബിറ്റേഴ്സ്, അതുപോലെ തന്നെ ആർബ്സ്, ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കർ മെഡിക്കേഷൻസ്, ഫോർ എക്സാമ്പിൾ ലോസാർട്ടൻ, വൽസാർട്ടൻ, അങ്ങനെ സാർട്ടൻ മെഡിക്കേഷൻസ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ മെഡിക്കേഷൻസ് ഒന്നും നമ്മൾ എന്താണ് പ്രഗ്നൻസിയിലെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം പല മെഡിക്കേഷൻസും ഫീറ്റൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന മെഡിക്കേഷൻസ് ആണ്. എല്ലാ മെഡിക്കേഷൻസും നമ്മൾ പ്രഗ്നൻസിയിൽ ഉപയോഗിക്കില്ല. സാധാരണഗതിയിൽ ഈവൻ നമ്മൾ ബീറ്റ ബ്ലോക്കേഴ്സ് ആണെങ്കിൽ പോലും എല്ലാ ബീറ്റ ബ്ലോക്കേഴ്സും പ്രഗ്നൻസിയിൽ ഉപയോഗിക്കില്ല. നമ്മളിവിടെ സാധാരണഗതിയിൽ ഇതുപോലെ ഹൈപ്പർടെൻസീവ് ക്രൈസിസുമായിട്ട് വരുന്ന പേഷ്യൻസിൽ ഉപയോഗിക്കുന്ന മെഡിക്കേഷൻസിൽ ഒന്നാണ് ലബീറ്റലോൾ ഉപയോഗിക്കാറുണ്ട്. മെഡിക്കേഷൻസ് ഹൈഡ്രാലാസിൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹൈഡ്രാലാസിൻ ഇസ് എ ഡയറക്ട്ലി ആക്ടിംഗ് വാസോ ഡയലേറ്റർ ആണ്. ഹൈഡ്രാലാസിൻ പ്രഗ്നൻസിയിൽ ഉപയോഗിക്കുന്ന ഈ ഹൈപ്പർടെൻസീവ് ക്രൈസിസുമായിട്ട് വരുന്ന പേഷ്യൻസിൽ അല്ലെങ്കിൽ പ്രഗ്നൻസി പ്രീ എക്ലാംഷിക് മദേഴ്സിൽ ഉപയോഗിക്കുന്ന ഒരു മെഡിക്കേഷൻ ആണ് ഹൈഡ്രാലാസിൻ. ലബീറ്റലോൾ ഉപയോഗിക്കാറുണ്ട്. മീഥൈൽ ഡോപ്പ, നിഫിഡിപ്പിൻ ഓറൽ മെഡിക്കേഷൻ ആണ് കൊടുക്കുന്നത് കേട്ടോ. സബ്ലിംഗൽ നിഫിഡിപ്പിൻ ഒരിക്കലും നമ്മൾ പ്രഗ്നൻസിയിൽ ഉപയോഗിക്കില്ല. ഭയങ്കരമായ ഹൈപ്പോടെൻഷൻ ഉണ്ടാക്കുകയും പ്ലസന്റൽ പെർഫ്യൂഷൻ ഒന്നോടെ ഇത് കുറച്ച് കളയും. അപ്പോൾ സബ്ലിംഗൽ നിഫിഡിപ്പിൻ അല്ല, ഓറൽ നിഫിഡിപ്പിൻ ആണ് പ്രഗ്നൻസിയിലെ പ്രീക്ലാംഷ്യൽ ഹൈപ്പർടെൻഷനെ മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ലബീറ്റലോൾ ഇൻട്രാവീനസ്ലി, അതായത് സിവിയർ അക്യൂട്ട് ഹൈപ്പർടെൻസീവ് ക്രൈസിസുമായിട്ട് വരുന്ന സാഹചര്യത്തിൽ നമ്മൾ IV ലബീറ്റലോൾ കൊടുക്കും. അതുപോലെ തന്നെ ഹൈഡ്രാലാസിൻ ഇൻട്രാവീനസ്ലി കൊടുക്കാം ബ്ലഡ് പ്രഷർ സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ട്. ഇത് മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു മെഡിക്കേഷൻ ആണ് പ്രീ എക്ലാംഷിക് സ്റ്റേജിൽ ഉപയോഗിക്കുന്നതാണ് എക്ലാംസി അല്ലെങ്കിൽ സീഷർ പ്രിവെൻഷന് വേണ്ടിയിട്ട്. സീഷർ പ്രിവെൻഷനും സീഷർ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ പ്രഗ്നൻസിയിൽ ഉപയോഗപ്പെടുത്തുന്നത് മഗ്നീഷ്യം സൾഫേറ്റ് ആണ്. നമുക്കറിയാം മഗ്നീഷ്യം ലോഡിംഗ് ഡോസ് ആദ്യം കൊടുക്കുന്നു, അതിനുശേഷം മെയിൻ്റനൻസ് ഡോസ് ഇൻഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ചില അമ്മമാരിൽ ഇപ്പൊ മഗ്നീഷ്യം കൊടുത്താലും, ഇപ്പൊ മഗ്നീഷ്യം നമ്മൾ ലോഡിംഗ് ഡോസ് കൊടുത്തു, അതിനുശേഷം മെയിൻ്റനൻസ് ഡോസ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അവരിൽ സീഷേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് എല്ലാവരും ഇപ്പൊ ഒരുപോലെ മഗ്നീഷ്യത്തോട് റെസ്പോണ്ട് ചെയ്യണമെന്നില്ല. അപ്പൊ മഗ്നീഷ്യത്തോട് റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് വീണ്ടും നമ്മൾ മഗ്നീഷ്യം ലോഡിംഗ് ഡോസ് അവർക്ക് കൊടുക്കും, ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കും. പക്ഷെ മഗ്നീഷ്യം സ്റ്റിൽ മഗ്നീഷ്യത്തോട് ഒട്ടും റെസ്പോണ്ട് ചെയ്യുന്നില്ല, BP സ്റ്റിൽ റേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്താണ് കോംപ്ലിക്കേഷൻസിലേക്ക് പോയിക്കൊണ്ട് അക്യൂട്ട് ഹൈപ്പർടെൻസീവ് ക്രൈസിസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ എന്താണ് സീഷർ പ്രൊഫൈലാക്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ സീഷറിനെ മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ വേറെ മെഡിക്കേഷൻസ് ഉപയോഗപ്പെടുത്തേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മുടെ ഓഫ് കോഴ്സ് എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഡൈലാൻഡിന് മാറ്റി ഉപയോഗിക്കുന്നത്. പക്ഷെ അപ്പോഴും ഞാൻ പറഞ്ഞു ഫീറ്റൽ റിസ്ക് കൂടുതലാണ് അങ്ങനത്തെ ഡ്രഗ്സിന്. അപ്പൊ ഫീറ്റൽ മോണിറ്ററിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ അങ്ങനെയുള്ള മെഡിക്കേഷൻസ് കൊടുക്കുമ്പോൾ. അതുപോലെ തന്നെ മറ്റേണൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന ഡ്രഗ്സ് ആണ് ആന്റി എപ്പിലെപ്റ്റിക് മെഡിക്കേഷൻസ്. ECG ചേഞ്ചസ് വരുത്തുന്നു, അതായത് കാർഡിയാക് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ഡ്രഗ്സ് ആണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ആന്റി എപ്പിലെപ്റ്റിക് മെഡിക്കേഷൻസ്. ടോക്സിസിറ്റിനെ കുറിച്ചാണ്. എന്തൊക്കെയാണ് ടോക്സിക് സിംറ്റംസ് ഓഫ് മഗ്നീഷ്യം? എന്ത് വേണമെങ്കിലും നമുക്ക് എക്സാമിന് അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള കാര്യമാണ് മഗ്നീഷ്യം ടോക്സിക് സിംറ്റംസ്. അതൊരു നഴ്സിന്റെ ഒരു മഗ്നീഷ്യം പോകുന്ന പേഷ്യൻസിൽ ടോക്സിസിറ്റി ഡെവലപ്പ് ചെയ്തോ എന്ന് നഴ്സ് അസസ് ചെയ്യണം, നഴ്സ് കണ്ടെത്തണം അല്ലേ പറ്റുള്ളൂ. അപ്പൊ ടോക്സിക് സയൻസ് അറിഞ്ഞിരിക്കുക. ഞാൻ പറഞ്ഞു റെസ്പിറേഷൻസ് വളരെ ക്ലിയർ ആയിട്ട് മോണിറ്റർ ചെയ്യണം മഗ്നീഷ്യം പോകുന്ന പേഷ്യൻസിൽ. റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. റെസ്പിറേറ്ററി റേറ്റ് ബിലോ 12 വന്നാൽ ടോക്സിസിറ്റി ആണ്, നിങ്ങൾ ഓർത്തേക്കുക. മഗ്നീഷ്യം ടോക്സിസിറ്റി ആണ്. മഗ്നീഷ്യം സ്റ്റോപ്പ് ചെയ്യുക. അതുപോലെ തന്നെ സയൻസ് ഓഫ് റെസ്പിറേറ്ററി ഡിപ്രഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞു. അടുത്തതാണ് ഹൈപ്പോടെൻഷൻ. BP ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങും പേഷ്യൻസിൽ. സയൻസ് ഓഫ് ഹൈപ്പോടെൻഷൻ കണ്ടാൽ മഗ്നീഷ്യം ടോക്സിസിറ്റി ഓർക്കുക. അടുത്തതാണ് ഒളിഗൂറിയ. ആക്ച്വലി നമുക്കറിയാം മഗ്നീഷ്യം ടോക്സിസിറ്റി കൊണ്ടല്ല ഒരു പരിധിവരെ ഒളിഗൂറിയ ഉണ്ടാവുന്നത്. അതായത് മഗ്നീഷ്യം എന്ന് പറയുന്ന ആ ഡ്രഗ് നമ്മളുടെ ശരീരത്തിൽ നിന്ന് പോകുന്നത് ഇറ്റ് ഈസ് എക്സ്ക്രീറ്റഡ് ഇൻ ദ യൂറിനിലൂടെയാണ് ഇത് എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ നമ്മുടെ കിഡ്നി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമുക്കറിയാം ഒളിഗൂറിയ ഡെവലപ്പ് ചെയ്യും. അപ്പൊ കിഡ്നി ഫംഗ്ഷൻസ് നന്നായിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒളിഗൂറിയ ഉള്ള ഒരു പേഷ്യന്റിൽ നമുക്ക് എന്താണ് മഗ്നീഷ്യം ടോക്സിസിറ്റി ഉണ്ടാവും പേഷ്യൻസിൽ. അപ്പം പെട്ടെന്ന് ഒളിഗൂറിയ വന്നു കഴിഞ്ഞാൽ അത് കിഡ്നി ഫംഗ്ഷൻസ് അഫക്റ്റഡ് ആയി. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്? മഗ്നീഷ്യം ടോക്സിസിറ്റി ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ഒളിഗൂറിയ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ വാച്ച് ചെയ്യണം. നമുക്ക് അറിയാം പ്രോപ്പറായിട്ട് കിഡ്നി വർക്ക് ചെയ്യാത്ത ഒരു പേഷ്യൻസിൽ, അതായത് കിഡ്നി ഫംഗ്ഷൻസ് സിഗ്നിഫിക്കന്റ് ആയിട്ട് ഓൾറെഡി കുറഞ്ഞിരിക്കുന്ന ഒരാളിൽ മഗ്നീഷ്യം കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. അപ്പൊ മഗ്നീഷ്യം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻസിൽ നമ്മൾ യൂറിൻ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് യൂറിൻ ഔട്ട്പുട്ട് കുറയുന്നു. അപ്പൊ തന്നെ ടോക്സിസിറ്റി ഉണ്ടാവും അവരില്ല, മഗ്നീഷ്യം ടോക്സിസിറ്റി ഉണ്ടാവുന്നവരില്ല അല്ലെ. ഹൈപ്പോടെൻഷൻ. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡീപ് ടെൻഡൻ റിഫ്ലെക്സസ്. മസിൽ റിലാക്സന്റ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഡീപ് ടെൻഡൻ മസിൽ വീക്ക്നെസ് ആൻഡ് ഡീപ് ടെൻഡൻ റിഫ്ലെക്സസ് ഒക്കെ ഡിമിനിഷ് ആവാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ ആബ്സെന്റ് ആവാൻ തുടങ്ങും.
ഡീപ് ടെൻഡന്റ് റിഫ്ലക്സസ് നമ്മൾ മഗ്നീഷ്യം പോകുന്ന പേഷ്യൻസിൽ നമ്മൾ നോക്കണം എന്നുള്ളതാണ്. പെറ്റലാർ റിഫ്ലക്സ്, അതായത് ഈ ഡീപ് ടെൻഡന്റ് റിഫ്ലക്സസ് നോർമൽ എങ്ങനെയാണ് നോക്കണേന്ന് നിങ്ങൾക്ക് അറിയാലോ. 0 1 2 3 4 എങ്ങനെയാ പോകുന്നത് അല്ലെ. 2 എന്ന് പറയുന്നത് നോർമൽ ആണ്. മഗ്നീഷ്യം മസിൽ റിലാക്സന്റ് ആണ്, അത് ഡീപ് ടെൻഡന്റ് റിഫ്ലക്സസിനെ കുറയ്ക്കും. ഇത് ഡിമിനിഷ്ഡ് ആണല്ലേ. നമ്മൾ ടോക്സിസിറ്റി സയൻസ് വാച്ച് ചെയ്യാന്നുള്ള വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ടോക്സിക് സിംറ്റംസ് ഓൾറെഡി കണ്ടു. എന്തൊക്കെയാണ് റിഫ്ലക്സസ്, ഡീപ് ടെൻഡന്റ് റിഫ്ലക്സസ് ഡിമിനിഷ് ആവുന്നു, ആബ്സെന്റ് ആവുന്നു. പൾമണറി എഡിമ അടുത്തൊരു കോംപ്ലിക്കേഷൻ ആണ് മഗ്നീഷ്യം ടോക്സിസിറ്റിയുടെ. അപ്പം എന്ത് ടോക്സിക് സിംറ്റംസ് കണ്ടാലും മഗ്നീഷ്യം സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ടോക്സിക് സിംറ്റംസ്, അപ്പം ടോക്സിക് സിംറ്റംസ് ഉണ്ടാവുന്നുണ്ടോ എന്നാണ് നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കേണ്ട മഗ്നീഷ്യം പോകുന്ന പേഷ്യൻസിൽ. അപ്പം BP ഡ്രോപ്പ് ചെയ്യുന്ന കേട്ടോ, ഇൻഫ്യൂഷൻ സ്റ്റോപ്പ് ചെയ്യുക, പിന്നെ ഡീപ് ടെൻഡന്റ് റിഫ്ലക്സസ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. പിന്നെ മഗ്നീഷ്യം ടോക്സിസിറ്റി ഒരുപാടായാൽ നമുക്കറിയാം ഇതിന് ആന്റിഡോട്ട് ഉണ്ട്. മഗ്നീഷ്യത്തിന്റെ ആന്റിഡോട്ട് എന്താണ്? കാൽഷ്യം ഗ്ലൂക്കോണേറ്റ്. മഗ്നീഷ്യത്തിന്റെ ആന്റിഡോട്ട് ആണ് കാൽഷ്യം ഗ്ലൂക്കോണേറ്റ്. സിവിയർ സ്റ്റേജിൽ നമ്മൾ കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. മഗ്നീഷ്യത്തെ ആന്റഗണൈസ് ചെയ്യുന്നു, കാൽഷ്യം ആന്റഗണൈസ് ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് കാൽഷ്യം ഗ്ലൂക്കോണേറ്റ്. അതുകൊണ്ടാണ് മഗ്നീഷ്യം പോകുന്ന ഒരു പേഷ്യന്റിന്റെ ബെഡ് സൈഡ്, മഗ്നീഷ്യം പോകുന്ന ഒരു പേഷ്യന്റിന് നമുക്കുണ്ടെങ്കിൽ നമ്മൾ റെഡിലി അവൈലബിൾ ആക്കി വെക്കേണ്ടുന്ന ഒരു മെഡിക്കേഷൻ ആണ് കാൽഷ്യം ഗ്ലൂക്കോണേറ്റ്. ഇൻ കേസ് എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് അതുമായിട്ട് വന്നാൽ ഓർക്കുക, കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് എപ്പോഴും റെഡിലി അവൈലബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ ആക്സസബിൾ ആയിരിക്കണം മഗ്നീഷ്യം പോകുന്ന പേഷ്യൻസിൽ. കാരണം ടോക്സിക് സിംറ്റംസ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഹ്യൂജ് കോംപ്ലിക്കേഷൻസ് ആണ് അവരിൽ ഉണ്ടാവുന്നത്. പിന്നെ ഓക്കെ, അപ്പൊ നമ്മള് പ്രിയക്ലാംഷ്യനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ തന്നു അല്ലേ. ഐ മീൻ ഇത്രയൊക്കെയാണ്. അത് ഞാൻ വളരെ ചെറുതായിട്ടൊന്ന് പറഞ്ഞു തീർത്തു എന്നുള്ള പ്രിയക്ലാംഷ്യ എന്ന് പറയുന്ന ടോപ്പിക്. അതിന്റെ മാനേജ്മെന്റും എന്തുകൊണ്ടാണ് പ്രിയക്ലാംഷ്യ ഉണ്ടാവുന്നത്, അതിന്റെ സിവിയർ പ്രിയക്ലാംഷ്യയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, സിവിയർ പ്രിയക്ലാംഷ്യയിൽ അവരിൽ ഉണ്ടാവുന്ന സിംറ്റംസ്, നമ്മൾ അതിന്റെ മാനേജ്മെന്റും കണ്ടു അല്ലെ. സിവിയർ പ്രിയക്ലാംഷ്യയിൽ നമുക്കറിയാം ആന്റി ഹൈപ്പർടെൻസീവ് മെഡിക്കേഷൻസ് കൊടുക്കണം. അതുപോലെ തന്നെ മഗ്നീഷ്യം സൾഫേറ്റ് സീഷർ പ്രിവെൻഷനും സീഷർ മാനേജ്മെന്റിനും മഗ്നീഷ്യമാണ് കൊടുക്കുന്നത്. മഗ്നീഷ്യം ടോക്സിസിറ്റി, പിന്നെ ആന്റി ഹൈപ്പർടെൻസീവ് മെഡിക്കേഷൻസ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ആന്റി ഹൈപ്പർടെൻസീവ് മെഡിക്കേഷൻസും കാര്യങ്ങളുമാണ് നമ്മൾ ഇതിനകത്ത് കണ്ടത്. ഒരു കാര്യം കൂടെ ഞാൻ ഇത് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് പറയട്ടെ. മഗ്നീഷ്യം ഞാൻ പറഞ്ഞു എല്ലാവർക്കും മഗ്നീഷ്യം കൊടുക്കുകയില്ല പ്രഗ്നൻസിയിലെ പ്രിയക്ലാംസിക് സ്റ്റേജിൽ. ഒന്ന് ഞാൻ പറഞ്ഞു, മഗ്നീഷ്യം ആർക്കെങ്കിലും എഫക്റ്റീവ് അല്ല എന്ന് കണ്ടാൽ, നമ്മളിപ്പം ലോഡിംഗ് ഡോസ് 1-2 പ്രാവശ്യം കൊടുത്തു, മെയിൻ്റനൻസ് ഡോസ് കൊടുത്തിട്ടും സീഷർ കൺട്രോൾ ആവുന്നില്ല എങ്കിൽ അവർക്ക് മഗ്നീഷ്യം ഇഫക്റ്റീവ് അല്ല. അവരിൽ നമ്മൾ അത് അല്ലാത്ത മെഡിക്കേഷൻസ് കൊടുക്കേണ്ടി വരും. ഇനി ഏതെങ്കിലും പേഷ്യൻസിൽ സിഗ്നിഫിക്കന്റ് ആയിട്ട് കിഡ്നി ഫംഗ്ഷൻസ് ഡിക്ലൈൻ ചെയ്തിരിക്കുന്ന ഒരാളിൽ മഗ്നീഷ്യം ആയിരിക്കില്ല നമ്മൾ കൊടുക്കുന്നത്. മഗ്നീഷ്യം ടോക്സിസിറ്റി ഓൾറെഡി ഞാൻ പറഞ്ഞു. പിന്നെ മഗ്നീഷ്യം കൊടുക്കുകയില്ലാത്ത ഒരു കണ്ടീഷനാണ് ഹിസ്റ്ററി ഓഫ് മയാസ്തേനിയ ഗ്രാവിസ് ഉള്ള പേഷ്യൻസിൽ മഗ്നീഷ്യം കൊടുക്കുകയില്ല. ഹിസ്റ്ററി ഓഫ് മയാസ്തേനിയ ഗ്രാവിസ്, മയസ്തേനിയ ഗ്രേവിസും മഗ്നീഷ്യവും എന്താണ്? മസിൽ റിലാക്സേഷൻ ആണ്. അപ്പോൾ മയസ്തേനിയ ഗ്രേവിസ് എന്ന് പറയുന്ന സിറ്റുവേഷൻ തന്നെ മസിൽ എന്താണ്? ഇറ്റ് ഈസ് എ ന്യൂറോമസ്കുലർ ജംഗ്ഷണൽ ഡിസോർഡർ ആണ്. മസിൽ റിലാക്സേഷൻ, മസിൽ ഫറ്റീഗ് ആണ് അതിൽ നടക്കുന്നത്. അപ്പം മഗ്നീഷ്യം സെയിം ഇമ്പാക്റ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് മൈസ്തേനിയ ഗ്രേവിസ് ഹിസ്റ്ററി ഉള്ള പേഷ്യൻസിൽ നമ്മൾ മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കില്ലാത്ത. ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. ഇത്രയാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. ഐ ഹോപ്പ് യു എൻജോയ് ദ വീഡിയോ. മാത്രമല്ല നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല ടോപ്പിക്കുകളുമായിട്ട് വരുന്നതാണ്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും എന്താ പറയണത്, ഇന്ന ടോപ്പിക്ക് ഞാൻ കവർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങൾക്ക് ഇതിന്റെ ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യുക. പിന്നെ ഞാൻ ഓൺലൈൻ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എൻക്ലക്സ് ആറിന് വേണ്ടിയിട്ട്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കഷനും അതുപോലെ തന്നെ ടോപ്പിക്സ് ഇൻ ഡെപ്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയുടെ അടിയിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്. താങ്ക് യു.